മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, അപ്പോൾ പ്രാർത്ഥനയുടെ കരമുയർന്നപ്പം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി, ആ കരത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്നില്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മലയുടെ മുകളിൽ ഒരാൾ കരമുയർത്തി പിടിച്ചു എന്ന് വിചാരിച്ച് യുദ്ധസ്ഥലത്ത് എങ്ങനെയാണ് വിജയം ഉണ്ടാകുന്നത്? രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. നമ്മൾ പറയില്ലേ, പഠിച്ചാൽ ജയിക്കാം. എന്തിനാ കുറേ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ കണക്റ്റഡാണ്. പ്രാർത്ഥന ഉയരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ അളവും വീതിയും ഒക്കെ വർദ്ധിക്കും. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച മെസ്സേജ് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നല്ല. 30,000 പേര് പ്രാർത്ഥിച്ചിട്ടില്ല. 3 പേരെ, ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടോ? ഒരാളേലുമുണ്ടോ? കരങ്ങൾ ഉയർത്താൻ ഒരാളുണ്ടോ? അവിടെ ഒരു വിജയവും കാത്തു നിൽക്കും.